സുഖവും ദുഃഖവും അടക്കം സർവ്വതും വന്നു പൊയ്ക്കൊണ്ടിരിക്കുമ്പം അറിയാതെ നമ്മുടെ ഉള്ളിൽ ചോദിച്ചു പോകും, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? അല്ലെ, എന്താണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം? എപ്പോഴെങ്കിലും നമ്മളിത് എല്ലാവരുടെ മുന്നിൽ അംഗീകരിച്ചില്ലെങ്കിൽ പോലും എപ്പോഴെങ്കിലും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ദ പർപ്പസ് ഓഫ് മൈ ലൈഫ് എന്ന് ചോദിക്കാത്ത മനുഷ്യരുണ്ടാവില്ല. അത് സീരിയസ് ആയിട്ട് കാണുന്നവരുണ്ടാവും, അല്ലെങ്കിൽ അത് വിട്ട് കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ ആ ജീവിതം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് പോകുന്നവരും ഉണ്ടായിരിക്കും. പക്ഷേ അത് ചോദിക്കും. എപ്പോഴെങ്കിലും ഒരു സമയത്ത് മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവനവനോട് തന്നെ. അതിനുത്തരങ്ങൾ അവൻ സ്പിരിച്വാലിറ്റിയിലൂടെ കണ്ടെത്താൻ നോക്കും, ചിലവർ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ കണ്ടെത്താൻ നോക്കും, പലതരത്തിലുള്ള പ്രത്യാശാസ്ത്രങ്ങളിലൂടെ അതിനുള്ള ഉത്തരം അവൻ കണ്ടെത്താനും സ്വയം ആശ്വസിക്കാനും ശ്രമിക്കും. വാസ്തവത്തിൽ സ്വയം അന്വേഷിച്ച് അനുഭവം കൊണ്ട് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഏത് കാലഘട്ടത്തിലായാലും മനുഷ്യൻ ഉള്ളിലേക്ക് അന്വേഷിക്കും. കാരണം ഈ അഞ്ചിന്ദ്രിയ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി ആയിട്ടുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിവ് സമ്പാദിക്കുമ്പം അതിന് മുകളിലേക്ക് ഉള്ള ഈ പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് എനർജിയുടെ വേരിയേഷൻസ് ഇൻഫിനിറ്റായിട്ട് പല തരത്തിൽ കിടക്കുമ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ പലതും അറിയുന്നില്ല. പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അനുഭവം വരും. നമുക്ക് ജീവിതത്തിൽ പല കാര്യങ്ങൾ കൊണ്ട് അനുഭവം വരും. അപ്പം ഇന്ദ്രിയങ്ങൾ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അറിവിൽ ഭ്രമിച്ചു പോകുമ്പോൾ സദാ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അത് ലോജിക്കലാണ്, സദാ മാറിക്കൊണ്ടിരിക്കും. കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇന്ദ്രിയാതീതമായ ചില അവസ്ഥകൾ ജീവിതത്തിൽ വരികയും അന്വേഷിക്കുന്നവന് വരികയും അവനത് തിരിച്ചറിയുകയും ചെയ്യും. ജീവിതം സാധാരണ പോലെയല്ല, എൻ്റെ ജീവിതം എൻ്റേത് മാത്രമാണ്, അല്ലെങ്കിൽ ഇതൊരു യുണീക്കാണ്, ഇത് കുറച്ച് സമയത്തേക്ക് മാത്രമുള്ളതാണ്, ഒരു പ്രത്യേക ടൈം സ്പേസിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യം മാത്രമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് വരും. ആ തിരിച്ചറിവ് ഇന്ദ്രിയങ്ങളിൽ ചുരുങ്ങി ജീവിക്കുന്ന, ഇന്ദ്രിയങ്ങൾ കൊണ്ടുതരുന്ന അറിവിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ വേറെ ആരുടെയൊക്കെയോ എക്സ്പീരിയൻസുകളിൽ നിന്ന് പറഞ്ഞ് ആ അറിവുകളിൽ മാത്രം ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ അടുത്ത് പോയിട്ട് തൻ്റെ അനുഭവത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ അത് പരാജയത്തിൽ കലാശിക്കും. അതുറപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ അനുഭവങ്ങൾ വേറൊരാളോട് അതിനെക്കുറിച്ച് മുന്നിൽ സഞ്ചരിച്ചു പോയിട്ടുള്ള ഒരാളുടെ അടുത്തല്ലാതെ വേറൊരാളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇതെന്നല്ല, ഏത് വിഷയമായാലും ആ വിഷയത്തെക്കുറിച്ച് ധാരണയില്ലാത്തവരുടെ അടുത്ത് പോയി സംസാരിച്ചാൽ അവരുടെ അറിവിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരതിനെ ന്യായീകരിക്കാം അല്ലെങ്കിൽ തർക്കിക്കാം എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഏത് കാലഘട്ടത്തിലും ആന്തരിക അന്വേഷണത്തിലേക്ക് മനുഷ്യന് തിരിയണമെന്ന് തോന്നിയാൽ, ഞാൻ എന്തിന് ജനിച്ചു, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയി, ഞാൻ എവിടെ ജനിച്ചു, എന്തുകൊണ്ട് ഇവിടെ മരിക്കുന്നു, എനിക്ക് എന്തുകൊണ്ട് ഇത്രയും സമയം മാത്രം കിട്ടുന്നു, ഈ സമയത്തിലൂടെ ഇന്ന കാര്യങ്ങളിലൂടെ ഞാൻ ഇങ്ങനെ കടന്നു പോകുന്നു, ഇങ്ങനെയൊക്കെ ബാഹ്യമായിട്ട് ചിന്തിക്കാം, ആന്തരികമായിട്ടും ചിന്തിക്കാം. ആന്തരികമായിട്ട് ചിന്തിക്കുമ്പം ഉറപ്പായിട്ടും ഏത് കാലഘട്ടത്തിലായാലും പല ശാസ്ത്രങ്ങളിലേക്ക് എത്തേണ്ടി വരും. അപ്പോൾ ഉറപ്പായിട്ടും തന്ത്രശാസ്ത്രത്തിലേക്കും എത്തും. കാരണം മനുഷ്യൻ്റെ സ്വഭാവത്തിനനുസരിച്ച് അനേകായിരം രീതിയിലുള്ള സാധനങ്ങളുടെ ഒരു കൂട്ടമാണ് തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത്.